ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റത്തിന്, അതായത് ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്നും ഡ്രൈനേജ് നേരെ സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്നതിന് നമ്മളിടുന്ന ഫിറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട്. ബ്ലോക്ക് വരാതെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഫിറ്റിങ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ആദ്യമേ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് വൈയും ഒരു ടീയുമാണ് നോക്കുന്നത്. വൈയുടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വൈയിൽ കണ്ടോ, വൈയിൽ വരുന്ന ഫിറ്റിങ്സ് നമ്മൾ അതുപോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നതാണ് ടീയിലേക്ക് കണക്ട് ചെയ്യുന്നത്. പക്ഷേ വൈയുടെ ഡയറക്ഷൻ ഒന്ന് വ്യത്യാസമുണ്ട്. വൈ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം ആ ബ്രാഞ്ച് വരുന്നത് 45 ഡിഗ്രിയിലാണ് വരുന്നത്. പക്ഷേ ടി വരുന്നത് 90 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നേരെ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം ഇത് വരുന്നത് 90 ഡിഗ്രി, ഇത് വരുന്നത് 45 ഡിഗ്രി. അതായത് ഒഴുക്കിനെ തടയുന്നത് കൂടുതലും നമ്മുടെ 90 ഡിഗ്രി കുറച്ചുകൂടി ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം നേരെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ആ ഒഴുക്ക് കറക്റ്റ് ആവില്ല. പക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് നേരെ ആ വരുന്ന ലെവലിൽ തന്നെ ഒന്നും അറിയ പോലും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകും. അതാണ് അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് വന്നതിന് ശേഷം ഒരു ഇടിച്ചിട്ടാണ് താഴേക്ക് വീഴുന്നത്. അതായത് എന്താണോ വരുന്നത് അത് വന്നതിന് ശേഷം വെള്ളമോ കാര്യങ്ങളോ വരുന്നത് വേറെ ഈ ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചതിന് ശേഷമാണ് പോകുന്നത്. പക്ഷേ വൈയിൽ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, നേരെ വന്നിട്ട് നേരെ താഴേക്ക് തന്നെയാണ് പോകുന്നത്. മുകളിൽ നിന്നുള്ള പൈപ്പിൽ നിന്ന് പോകുന്ന അതേ ലെവലിൽ തന്നെയാണ് സൈഡിൽ നിന്ന് വരുന്നത്. നേരെ വന്നതിന് ശേഷം ഒരു ഒഴുക്ക് രീതിയിലാണ്, വളരെ സിമ്പിളായിട്ടാണ് ആ 45 ഡിഗ്രിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ 45 ഡിഗ്രിയിൽ പോകുന്നതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഒരു ടീനെ അപേക്ഷിച്ച് ഒരു 90% കുറവാണ്. പിന്നെ നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ടീയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രി ഇവിടെ കിട്ടി. നമ്മുടെ വൈയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 ഡിഗ്രിയിലാണ് വരുന്നത്. 40 ഡിഗ്രിയിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫിറ്റിങ്സ് കൂടി ആഡ് ചെയ്യണം. ഇത് ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ബ്ലോക്ക് വരാതെ ഭാവിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മണ്ണിൻ്റെ അടിയിലിടുന്നതാണെങ്കിലും ഭിത്തിയിൽ കൊടുക്കുന്നതാണെങ്കിലും ബ്ലോക്ക് വരാതെ ഏറ്റവും നല്ലത് ഈ രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് 45 ഡിഗ്രി എൽബോ ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് വരുന്നത് 45, വൈയുടെ ബ്രാഞ്ച് വരുന്നത് 45 ഡിഗ്രിയിൽ വരുന്ന എൽബോ, ഇത് രണ്ടും കൂടി വരുമ്പോൾ 90 ഡിഗ്രിയോ. ഈ 90 ഡിഗ്രി വരുന്നത് നമ്മൾ ടീലാകുമ്പോൾ ഡയറക്റ്റ് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല വരുന്നത്. ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ 45 വലിയൊരു കർവ് സിസ്റ്റമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതാണ് നമ്മൾ ഏറ്റവും നല്ലത്. 2 ബാത്റൂമുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടീ ഇട്ട് കണക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരു വൈയും ഒരു 45 ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ്. അതായത് ബ്ലോക്ക് നമ്മൾ ടീനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു മാൻഹോൾ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ മാൻഹോൾ കൊടുക്കാൻ സാധിച്ചാൽ നല്ലത്. മാൻഹോൾ കൊടുക്കാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ നമുക്ക് വൈ ഇതുപോലെ യൂസ് ചെയ്യാം. വൈ യൂസ് ചെയ്ത് മാൻഹോളിന് പകരമായിട്ട് ഇതുപോലെ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അല്ല, ചില ഏരിയകളിൽ മാൻഹോൾ കൊടുക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 110 mm 45 ഡിഗ്രി, അത് 110 mm എന്ന് ഉദ്ദേശിച്ചാൽ 4 ഇഞ്ച് പൈപ്പിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 45 ഡിഗ്രിയാണ് അതിൻ്റെ ബ്രാഞ്ച് പറയുന്നത്. അതായത് 45 ഡിഗ്രിയിലാണ് അതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. ഈ ബ്രാഞ്ച് വരുന്നത് 45 ഡിഗ്രി. പിന്നെ ഇത് വരുന്നത് 110 mm തന്നെ, അത് 45 ഡിഗ്രി എൽബോ ആണ് വരുന്നത്. 45 എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഗേജ് 4 kg ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ടീയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, നമുക്ക് ഡ്രൈനേജ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ടീയും ഏതാണോ നല്ലതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് മാനിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യുക ഫ്രണ്ട്സ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻ, അതായത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. Oh